നിരവധി മലയാള സിനിമകളിൽ ഒരു കാലത്ത് അമ്മ ഭാര്യ റോളുകളിൽ തിളങ്ങിയിട്ടുള്ള അഭിനേത്രിയാണ് അംബിക മോഹൻ. ഇതിനകം ചെറുതും വലുതുമായ 300ഓളം ചലച്ചിത്രങ്ങളിൽ അംബിക അഭിനയിച്ചിട്ടുണ്ട്. മൂന്നാം നൊമ്പരമാണ് അംബികയുടെ അണിയറയിൽ ഒരുങ്ങുന്ന ഏറ്റവും പുതിയ സിനിമ. 80-ാം വയസ്സിൽ ഗർഭിണിയാകുന്ന എലിസബത്ത് എന്ന സ്ത്രീയുടെ കഥാപാത്രമാണ് നടിയുടേത്. ഈ സിനിമയെക്കുറിച്ചും ഇതുവരെയുള്ള സിനിമാ ജീവിതത്തെക്കുറിച്ചും അംബിക ഒരു അഭിമുഖത്തിൽ മനസ്സ് തുറന്നു. ഈ സിനിമയിൽ വളരെ വ്യത്യസ്തമായ കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അമ്മ വേഷം തന്നാണ്. എലിസബത്ത് എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. ഈ സ്ത്രീക്ക് 80 വയസ്സുള്ള കുട്ടികളൊന്നും ഉണ്ടാവില്ല. കുട്ടികളില്ലാത്തവരെ ആളുകൾ വളരെ മോശമായി ആയിരിക്കും പറയുക. സന്താനഭാഗ്യമില്ലാത്ത നശിച്ച ജന്മം എന്നാണ് പറയുക. ഇത്തരത്തിൽ കുറ്റപ്പെടുത്തൽ കേട്ട് ജീവിച്ച എലിസബത്തിന് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ 80-ാം വയസ്സിൽ ഗർഭിണിയാകുന്നു. ദൈവികമായ ഒരു ശക്തിയിലൂടെയാണ് അത് സംഭവിക്കുന്നത്. കുഞ്ഞിനു വേണ്ടി എലിസബത്തിൻ്റെ ഭർത്താവ് സക്രിയയും പ്രാർത്ഥിക്കും. അങ്ങനെ 80-ാം വയസ്സിൽ നിങ്ങൾക്കൊരു കുഞ്ഞ് പിറക്കുന്നുവെന്ന് ദൈവം പറയുമ്പോൾ പുള്ളി കളിയാക്കും. അന്ന് തൊട്ട് പുള്ളി മിണ്ടാതാകും. എലിസബത്ത് പിന്നീട് ഗർഭിണിയാകുകയും പക്ഷേ എല്ലായിടത്തും പരിഹാസം കൊണ്ട് സന്തോഷിപ്പിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇതുവരെ ഇങ്ങനൊരു കഥാപാത്രം ചെയ്തിട്ടില്ല. സ്നാനാമക യോഹൻ്റെ അമ്മ വേഷമാണ് എനിക്ക്. ഇങ്ങനൊരു കഥാപാത്രം കിട്ടിയതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ടെന്ന് അംബിക പറഞ്ഞു. സിനിമയിലേക്ക് ഞാൻ വന്നത് പോലും ഒരു ദൈവ അനുഗ്രഹമാണ്. നമ്മളെല്ലാവരും ആരാധിക്കുന്ന മോഹൻലാൽ, മമ്മൂട്ടി തുടങ്ങിയ എല്ലാ താരങ്ങളുടെയും അമ്മയായിട്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റി. നിരവധി മുൻനിര നായകന്മാരുടെ അമ്മവേഷവും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഒരുപാട് വലിയ സംവിധായകർക്കൊപ്പം ഇക്കാലയളവിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് താരം കൂട്ടിച്ചേർത്തു. നടൻ ജഗതി ശ്രീകുമാറിനൊപ്പമുള്ള ലൊക്കേഷൻ അനുഭവവും അംബിക ഒപ്പം പങ്കുവച്ചു. അമ്പിളിച്ചേട്ടനൊപ്പം ഒരുപാട് സിനിമകളിൽ ഭാര്യ റോൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓരോ പടം കഴിയുമ്പോഴും എല്ലാം വ്യത്യസ്തമാണ്. അദ്ദേഹത്തിന് അപകടം സംഭവിക്കും മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച സിനിമയായിരുന്നു പറുദീസ. ഞങ്ങൾ ഒരുമിച്ച് ചെയ്തതിൽ പ്രേക്ഷകർ ഇപ്പോഴും മനസ്സിൽ കിടക്കുന്നത് മീശമദം എന്ന സിനിമയാണ്. എനിക്കൊരു ബ്രേക്ക് തന്ന സിനിമ കൂടിയാണ്. ആ സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അമ്പിളിച്ചേട്ടൻ ക്ഷണിച്ചപ്പോൾ അദ്ദേഹത്തിനൊപ്പം ഒരു ഫംഗ്ഷനിൽ ഞാൻ പോയി. ഞങ്ങൾക്ക് ഇന്നും അറിയുന്ന സമയമല്ല. അമ്പിളിച്ചേട്ടനൊപ്പം ചമ്മലോടാണ് ഞാൻ പോയത്. പക്ഷേ അദ്ദേഹം എനിക്ക് ഇരിക്കാൻ സീറ്റൊക്കെ റെഡിയാക്കി തന്നു. ശേഷം പ്രസംഗിക്കാൻ കയറിയപ്പോൾ എന്നെ ചൂണ്ടിക്കാണിച്ച് സദസ്സിലിരുന്നവർ ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. ഞാൻ ആകെ അമ്പരന്നു. എല്ലാവരും ആ സമയം എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം തെറ്റി. മീശ മാധവനിൽ എൻ്റെ ഭാര്യയായി അഭിനയിച്ച ആർട്ടിസ്റ്റാണെന്ന് വ്യക്തമായി പറഞ്ഞു.